എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവണ്ണാമലയിലാണ്. അപ്പോൾ തിരുവണ്ണാമലയിലെ രാജഗോപുരത്തിൻ്റെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഗിരിവലയം എന്നൊരു ചടങ്ങുണ്ട് തിരുവണ്ണാമലയിൽ. ഒരു മല ചുറ്റി പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അഷ്ടലിംഗങ്ങളുണ്ട്. ആ അഷ്ടലിംഗങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു പുണ്യയാത്രയാണ്, ശിവയാത്രയാണ് ഗിരിവലം. ഗിരിവലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരി എന്ന മലയെ വലയം ചെയ്യുക. അപ്പോൾ ഗിരി ആ മലയിലാണ് രമണ മഹർഷിയും പിന്നെ മഹാദേവനൊക്കെ കുടികൊള്ളുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്, രാജഗോപുരം. അപ്പോൾ 4 ഗോപുരങ്ങളുണ്ട്. അതിൽ ഈസ്റ്റ് ഗോപുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അഷ്ടലിംഗങ്ങളും കവർ ചെയ്യുന്ന ഒരു ചടങ്ങാണ്, ഒരു യാത്രയാണ് ഗിരിവലം. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വെൽക്കം ടു ട്രാവൽ ലൈഫ് അഡ്വഞ്ചർ. യാത്ര തുടങ്ങിയിരിക്കുകയാണ്. രാജഗോപുരത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകുന്ന വരുമ്പോൾ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതൊരു ചാരറ്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് എല്ലാവരും കുമ്പിട്ട് നമസ്കരിക്കും, കൈ കുമ്പിട്ടും. അപ്പോൾ അതിന് ശേഷം ഇവിടെ നിന്ന് യാത്ര ഇവിടെ തന്നെ അവസാനിക്കണം എന്നാണ്. നമുക്ക് നോക്കാം എത്രത്തോളം പോകാൻ പറ്റുന്നത്. 14 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് യാത്ര തുടങ്ങാം. ഓം നമഃ ശിവായ. അടുത്ത പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇന്ദ്രലിംഗം. അഷ്ടലിംഗങ്ങളുണ്ട്, 8 ലിംഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഇന്ദ്രലിംഗം. അതാണിത്. വളരെ കാണുമ്പോൾ ചെറുതാണ്, പക്ഷേ അത്രയും പവിത്രമായ ഒരു സ്ഥലമാണ് ഇന്ദ്രലിംഗം. ഇന്ദ്രലിംഗം കൊണ്ട് തന്നെ ഒരു ഓർഡർ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ആദ്യത്തേത് ഇന്ദ്രലിംഗം കഴിഞ്ഞ് ഇനിയിപ്പോൾ അഗ്നിലിംഗം. ആ ഓർഡറിലാണ് നമ്മൾ പോകേണ്ടത്. ചില സ്ഥലത്ത് ഗിരിവല പാതയെന്ന് എഴുതിയിട്ടുണ്ട് കണ്ട ഇങ്ങനെ, പക്ഷെ എല്ലാ സ്ഥലത്തും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ശിവലിംഗങ്ങൾ നോക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എത്താനായി 2ാമത്തെ ലിംഗത്തിൽ അഗ്നിലിംഗം. ഇങ്ങോട്ട് നിന്ന് ഇപ്പോൾ റൈറ്റോട്ട് എടുക്കണം. ചെറിയ വഴിയാണ്. ഇതിലൊന്നും ഡയറക്ഷനൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ എല്ലാവരും കണ്ട ആ ശിവലിംഗം നോക്കിയിട്ടാണ് പോകുന്നത്, ആ ഓർഡർ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്. ആണ് അഗ്നിലിംഗം, 2ാമതാണ്. എല്ലാം ഒരു ചെറിയ അണ്ടർഗ്രൗണ്ട് രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചുറ്റുപാടൊക്കെ നല്ല ടൗണാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി നോക്കാം. ആണ് അഗ്നിലിംഗം. ഒരു സ്ഥലത്തും ഫോട്ടോ വീഡിയോ എല്ലാം ഇവിടെ എല്ലാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ. 14 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ആക്ച്വലി. അപ്പോൾ നമുക്ക് നേരെ 3ാമത്തെ പോയിന്റിലേക്ക് പോവാം. ഈ യമലിംഗം ആശ്രമത്തിൻ്റെ അതിലൂടെയാണ് പോകുന്നത്. കണ്ട യമലിംഗ 510 മാപ്പ് കാണാം. ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കണ്ട നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് ക്ലോക്ക് പോകുന്ന അതേ ദിശയിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഇന്ദ്രലിംഗം, പിന്നെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അഗ്നിലിംഗം കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ പോകുന്നത് യമലിംഗം, പിന്നെ നിരുത്തിലിംഗം, വരുണലിംഗം, വായുലിംഗം, കുബേരലിംഗം, അവസാനത്തെ സാന്യലിംഗം. അപ്പോൾ ഇതാണ് 3ാമത്തേത് യമലിംഗം. നമ്മുടെ മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ഉള്ളത്. യമലിംഗം 1.6 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. എങ്ങോട്ടും തിരിയേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ലിംഗം 4ാമത്തെ നിരുതിലിംഗത്ത് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ജംഗ്ഷൻ ഉണ്ടാവും. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ മല ചുറ്റുക തന്നെയാണ് ഈ ചടങ്ങ്. ഗിരിവല പാത എന്നൊക്കെ എഴുതി കാണും. അപ്പോൾ നമ്മളെ ഫോട്ടോ കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് ആ ഫോട്ടോ പ്രകാരം പോയാലും മതി. കറക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പറ്റും. ഇവിടെ നടക്കാൻ നല്ല കൂളാണ്. കാരണം ഇവിടെ അങ്ങനെ ജനത്തിരക്കില്ല. അവർ ഈ സൈഡ് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് വെച്ചിട്ട് അങ്ങനെ വലിയ മൃഗങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു കാടും പിടിച്ചൊരു നല്ല നടക്കാൻ നല്ല ഇതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ ടൗണ്, പിന്നെ ഇങ്ങനെ കാനനപാത പോലത്തെ ഒരു ഇതാണ്. റോഡൊക്കെ നല്ല ഡെവലപ്പാക്കി വെച്ചിന്.
സൈഡ് മൃഗങ്ങളുണ്ടാവും, ചെറിയ ചെറിയ മൃഗങ്ങളുണ്ടാവും, മാന് അടുത്ത് വരും. നിറുത്തി ലിംഗം അടുത്ത് 4ാമത്തെ ലിംഗമാണ്. ഇത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, പോയിട്ട് കാണാം. നിറുത്തി ലിംഗം. ഇഷ്ടം പോലെ മാന്. നമ്മളെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്. ലിംഗം എത്തുന്നതിന് മുമ്പ് ഒരു ലിംഗമുണ്ട്, ശിവലിംഗമുണ്ട്, സൂര്യലിംഗം. അത് ഇത് ലിസ്റ്റിൽ 8 ലിംഗത്തിൽ പെടുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അതും കൂടി ദർശിക്കാം. ഇവിടുന്ന് 500 മീറ്റർ അപ്പുറമാണ് വരുണലിംഗം. ഞാൻ ഇപ്പോൾ വരുണലിംഗം എത്തിയിരിക്കുകയാണ്. അഞ്ചാമത് ലിംഗം ശിവലിംഗമാണ്, വരുണലിംഗം. കടലിൻ്റെ ദേവൻ എന്നാണ് വരുണൻ അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ആഗ്രഹവും പാവങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി കർപ്പൂരം കത്തിച്ചാൽ മതി. അങ്ങനെ വരുണലിംഗം കഴിഞ്ഞു. ഇനി അടുത്ത 3 ശിവലിംഗം ഉള്ളത്. ഇപ്പോൾ ഞാൻ നടന്ന് ഒരു 10 കിലോമീറ്ററായി, ഏകദേശം 9 കിലോമീറ്റർ. 10 കിലോമീറ്ററിന് ഞാൻ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കൂട്ടി, അതുകൊണ്ടാണ്. ഒരു 9 കിലോമീറ്റർ ആയി കാണും. ഇനിയും ഒരു 6 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. വായുലിംഗം 1.7 കിലോമീറ്റേഴ്സ്. ഓക്കെ, അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെയാണ്. 6ാമത്തെ ശിവലിംഗത്തി വായുലിംഗം. ഇനി 5.60 കിലോമീറ്റർ ലെഫ്റ്റ്, തിരുവനം ഡിസ്റ്റൻസ്. അത്രയും ബാക്കിയുണ്ട്, 5 കിലോമീറ്റർ ബാക്കിയുണ്ട്. 2 ശിവലിംഗം കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ വായുലിംഗം. ഒരു സ്ഥലത്തും ഉള്ളിൽ വീഡിയോ പ്രൊഫഷനില്ല, അപ്പോൾ പുറത്തത്തെ കാഴ്ചകൾ മാത്രം കാണിക്കാൻ പറ്റും. അടുത്ത 2 ശിവലിംഗം ഉള്ളത്. അടുത്ത കുബേരലിംഗം 1.5 കിലോമീറ്റർ ഇവിടുന്നുണ്ട്. അവസാനത്തെ ശിവലിംഗമാണ് ശൈനലിംഗം, അഷ്ടലിംഗത്തിൻ്റെ അവസാനത്തെ. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. മൊത്തം ഇപ്പോൾ 13 കിലോമീറ്റർ ഓൾറെഡി ആയി. ഇനി നേരെ അരുണാചല ക്ഷേത്രത്തിൻ്റെ അവിടം വരെ പോകണമെങ്കിൽ തന്നെ കുറച്ചും കൂടി കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി ദൂരമുണ്ട്, 14 അധികം കിലോമീറ്റർ ഉണ്ട് മൊത്തം ഗിരിവലയം. അവസാനത്തെ 8ാമത്തെ ശിവലിംഗം എത്തിയിരിക്കുകയാണ്, ഈശാന്യലിംഗം. ഇതോടുകൂടി അഷ്ടലിംഗത്തിൻ്റെ പൂർത്തിയായി. ഇത് നമുക്ക് തിരിച്ച് അരുണാചലം അമ്പലത്തിൽ തന്നെ എത്തണം. അപ്പോഴാണ് ഈ തുടങ്ങിയത്, അവിടെ തന്നെ നിർത്തണം എന്നാണ്. അപ്പോൾ അരുണാചല ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയത്, അവിടെ തന്നെ നിർത്തുകയാണ്. നമുക്ക് ആദ്യം ഈശാന്യലിംഗം കണ്ടിട്ട്. ഈശാന്യലിംഗം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങി അവിടത്തേക്ക് പോവാണ്. അത് അരുണാചല ക്ഷേത്രമാണ്, അവിടെയാണ് തുടങ്ങിയത്. കിഴക്കേ നട, ഈസ്റ്റ് ഗോവ. അപ്പോൾ അവിടത്തേക്ക് പോയതോടുകൂടി ഈ ഗിരിവലയം പൂർണ്ണമാവുകയാണ്. നമ്മൾ അങ്ങനെ ഗിരിവലം തീരാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, നോർത്ത് ഗോപുരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമസ്കരിക്കുന്നതോടുകൂടി ഗിരിവലം തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ തരിക. അപ്പോൾ അടുത്ത നല്ല കാഴ്ചയായിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.